അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിഗ്രി കഴിഞ്ഞ് പിന്നെ ജോലിക്ക് കയറി അല്ലേ? ഡിഗ്രി കഴിഞ്ഞ ആ സമയത്ത് കുറച്ച് ഈ ആൽബത്തിന്റെ ട്രെൻഡ് ഉണ്ട് സമയത്ത്, മാപ്പിള ആൽബത്തിന്റെ ട്രെൻഡ്. ആ സമയത്ത് കുറച്ച് ആൽബത്തിലെല്ലാം പോയി ചെയ്തു. അന്ന് എങ്ങനെയെങ്കിലും അഭിനയിക്കണം, മനസ്സിലായോ? സിനിമ എന്നില്ലെങ്കിൽ ആൽബം, ഇല്ലെങ്കിൽ അന്ന് ഈ ഹോം സിനിമയൊക്കെ ഉണ്ടായിരുന്നു മലപ്പുറം ഭാഗത്ത്, ഒരു 1.5 മണിക്കൂർ DVD സിനിമ. അപ്പൊ അതിലെങ്കിലും അഭിനയിക്കണം, കാരണം ക്രേസ് ആണ്. പക്ഷെ അങ്ങനെയൊക്കെ ആൽബത്തിൽ കുറച്ച് ആൽബം ചെയ്തു. ചില ആൽബങ്ങളൊക്കെ ശ്രദ്ധിക്കപ്പെട്ടു, കോമഡി ആൽബമൊക്കെ. അന്നൊരു ഷുക്കൂർ സുന്ദർ എന്ന് പറഞ്ഞ ആൽബം, അതിലൊരു സോങ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, 1-2 സോങ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് നടന്ന് പിന്നെ എനിക്ക് തോന്നി എന്നെ പിന്നെ വീട്ടുകാർ ഡിഗ്രി കഴിഞ്ഞല്ലോ, ഇവർ നാട്ടിൽ കൊണ്ടുപോകണം, ജോലി ചെയ്യണം എന്തെങ്കിലും. അപ്പം ഞാൻ വിചാരിച്ചു പോയാൽ പെടും, പിന്നെ സിനിമയായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവില്ല, ഒരു പടം ചെയ്തെന്നുള്ള അഹങ്കാരം ഉണ്ടാവില്ല. അന്ന് ആ സമയത്ത് ഔട്ട് ഓഫ് സിലബസ് ചെയ്തപ്പം ഈ ഫിലിം മാഗസിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ വന്നു. നാനയിലൊക്കെ ഞങ്ങൾ 4 പേരും ഇരിക്കുന്ന ഫോട്ടോ ഞാൻ വിചാരിച്ചു ഇനി ഇതോടെ സെറ്റ്, ഇനി തിരിച്ചു പോകണ്ട, ഇനി സിനിമയിലായി എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ആ പടത്തിന് ശേഷം ഈ ആൽബം ചെയ്തിട്ട് ഇവർ വീട്ടിൽ പാക്ക് ചെയ്യുന്ന പ്ലാൻ വന്നപ്പോൾ ഞാൻ ഐഡിയ മാറ്റി, എനിക്ക് വീണ്ടും പഠിക്കണം, അപ്പോൾ ഇവിടെ നിൽക്കാമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഏവിയേഷൻ പഠിക്കണം. എവിടെ നിന്ന് വന്നതെന്നുള്ള എനിക്ക് അറിയില്ല, സീരിയസ്ലി എനിക്ക് അതിൻ്റെ. എന്നിട്ട് അപ്പോൾ അപ്പോൾ വിചാരിച്ചു ഓക്കെ പഠിക്കട്ടെ. അവർ എന്നെ ഏവിയേഷനെ കൊണ്ട് ചേർത്തു. എയർപോർട്ട് മാനേജ്മെൻറ്റും ക്യാബിനോടെ കോഴ്സ് ഉണ്ടായിരുന്നു, 1 വർഷത്തെ കോഴ്സ്. അതിന് അത്യാവശ്യം നല്ല ഫീസ് ഉണ്ട്. അതിന് ചേർത്തു. അതിന് ചേർത്തിട്ട് അത് പഠിക്കുമ്പോഴും എൻ്റെ ഹാഫ് ടൈം, ഐ മീൻ പാർട്ട് ടൈം ക്ലാസ്സാണ്, ഉച്ച തൊട്ടേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു സെഷനേ ഉള്ളൂ. ബാക്കിയുള്ള സമയത്ത് ഞാൻ ഇതുപോലെ ചാൻസ് ചെയ്ത് നടക്കുമായിരുന്നു.